നിന്നെ പോലെ തെക്ക് വടക്കിറന്ന് കടപ്പുറം എനിക്കല്ലാരടാ. നിന്റെ പ്രായത്തിൽ ഞാൻ അവനുള്ളപ്പോ കടലിൽ പോയി ദിവസവും 40-50 രൂപ ഉണ്ടാക്കിയവരാ ഞാൻ. അന്നത്തെ 50 വെച്ചാ ഇന്നത്തെ എത്രയാടാ? കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തോന്നിത്? പാതി രാത്രിയിൽ തന്തയും മോനും കൂടെ കുടിച്ചോണ്ട് വന്ന് കിടന്ന് വേണ്ട. ഇല്ലാവചനം പറയല്ലേ. നോക്ക്, പണമുണ്ടോ? നീ ഒരു നല്ല വെള്ള വെച്ച് വീക്കി തരും ഞാൻ. മണക്കുന്നില്ലേലേ, നീ കുടിക്കാത്തോണ്ടാ. കുടിച്ചിട്ടില്ലേ നീ പൊടി കയറ്റി കാണും, ഇല്ല ഗുളി അടിച്ചു കാണും. ബോധവും പൊക്കണോ ഇല്ലാതെ നിന്നോണ്ട് ലേശം കള്ളു മോന്തിയനെ എന്നെ ശാസന മേടിക്കും. അവനെ മാത്രമായിട്ട് പറയണ എന്തിന്? കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ? ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും, സകല കൊള്ളരുതാഴിയും കാണിക്കും. ആ അരേന്റെ വടക്കിലെ വിൽസനെ പോലെയോ ചെറുപൂണിക്കിലെ ഗോപിയെ പോലെയോ 4-5 പയ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവനും ഇന്നിവിടെ പോക്കാം, നീ ഉൾപ്പെടെ. ആ പറഞ്ഞു വിടറേ, പെറ്റവള് നീ തന്നെ. അപ്പൊ നീ തന്നെ പറഞ്ഞു വിടും. ഒരു പണിയും ചെയ്യാതെ എങ്ങനെയാണമ്മേ കഴിഞ്ഞ സീസണിൽ ഞാൻ 12,000 രൂപ ഉണ്ടാക്കിയത്? എന്നിട്ടതെവിടെ? ആ കാശ് കൊണ്ടല്ലോ ഈ വീട് ഓടി മേഞ്ഞത്, കാണുന്നില്ലേ? കാശാവുമ്പം വരും പോവും. 12,000 എന്നുള്ളത് ഇനിയൊരു സീസണിൽ ചിലപ്പോ 1 ലക്ഷമായിരിക്കും. കൊടി വ്യാപാരത്തിൽ 1 ലക്ഷം ലാഭം പോടാ. അമ്മ, സീസൺ ഒത്തു കിട്ടുകയും ലക്ക് അടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നുപെടുന്നത്. അറിയാവോ? വല വലിച്ചേർന്ന രാജേന്ദ്രന്റെ നില എന്താ? വലിയ കാസി എങ്ങനെയാ കാസിയും കോൺട്രാക്ട് ആയത്? അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട, അങ്ങനത്തെ കാശും ഇവിടെ ആർക്കും വേണ്ട. നന്നായി പോയി, നന്നായി പോയി, നന്നായി പോയടി ചെല്ലമ്മേ. കൊടി വ്യാപാരം കൊണ്ട് 1 ലക്ഷം പ്രഭു. കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ, കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ. ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെയും പുറു പറയുന്നത് എന്തോന്നില്ല പറയവാ. ഈ കയറ്റമെല്ലാം കേറിയിട്ട് അവിടെ ചെന്നിട്ട് 1-2 പറഞ്ഞ് തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്കിങ്ങി പോരാ. കണ്ണും കാണാതെ ഞാനവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ. അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് ഒരു തൊയ്യങ്ങ് വെച്ചിരുന്നു. ശരി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വീട് പോയി കയറട്ടെ. What you want? പൗഡർ പൗഡർ. യെസ്, You got powder? yeah. What powder? Brown sugar, original stuff. 250 rupees for cover. 1 gram. Good stuff. This fellow agent? Hey! Agent? Yeah. Send him. Ask this guy to go. ബാക്കിയുള്ളവന് വല്ലതും തരേണ്ടി വന്നാലോ ഒന്ന് മേടിച്ചാ ഗോ. Send him away. ഇത് പിടി. ദന്തര് കാണിച്ചു തന്നതിന്റെ കമ്മീഷൻ. എന്റെ പട്ടിക്ക് നിന്റെ 10 ഉലുവ. ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെയും കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മളൊന്ന് പിരിഞ്ഞാ മതി. അണ്ണന്റെ കൂടെ ചെല്ല്. ഇത് കൊടു. തൽക്കാലം ഇത് പിടി, നമ്മളൊന്ന് കൊത്തി നോക്കട്ടെ. ആദ്യം വല്ല നടക്കുന്നറിയട്ടെ. ആക്ച്വലി കാര്യമൊക്കെ കാര്യം. സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാല് എല്ലാവരും ഞാൻ പോലീസിൽ പിടിപ്പിക്കും, പറഞ്ഞേക്കാം. ദേ ബിസിനസ്, ഐ കമ്മീഷൻ. നോ യു പോലീസ്. ബിഗ് കസ്റ്റഡി. ബിഗ്. ഒന്നും പറഞ്ഞില്ല. Can you supply in bulk? Bulk? Yes. I say in bulk. How much? അങ്ങേർക്ക് ചില്ലറ പോരാന്നാ പറയുന്നത്. എത്ര വരെ കൊടുക്കാന്ന് പറയാം. എത്ര പിന്നെ കൊടുക്കാന്ന് പറയണ? അങ്ങനെ കയറി പറഞ്ഞാല് ഏതായാലും പറ. How much? Any much. In bulk. In kilos? Yeah. You mean in kilos? Yeah. Price 1 kilo, roughly 1.5 lakh Indian rupees. 5 kilo, 7.5 lakh. Can you supply in kilos? എന്തിനു പറയണത്? ഇവൻ എന്തിനു പറയണത്? കിലോയ്ക്ക് 1.5 ലക്ഷം രൂപ വരുമെന്ന്. കൊടുക്കാന്ന് പറയണ. എവിടെ ഇട്ട് പറയണ, നോക്കാം നമുക്ക്. We give you in kilos. How much? How much kilos can you supply? How much kilos you want? Get out. Both you guys. Get out from this place now. Business bulk. Come to that beach. 5 o'clock. Evening. We talk. Okay? Oh, okay. And don't bring the other guy, Specky, agent. No.
അല്ലടേ സാഹിബിന്റെ കാശ് കാണും. കാണും. ഇല്ലല്ലോ അവൻ ഇങ്ങനെ പറയൂ. ചുമ്മാ നമ്മളെ കളിപ്പിക്കാനാണല്ലോ. എങ്ങനെ? വെറുതെ 5 മണിക്ക് ബീച്ചിൽ വാ, കാലത്ത് 8 മണിക്ക് മറ്റേടത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാമല്ലോ. അങ്ങനെ അങ്ങ് ചെയ്യൂ. യവന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാനൊക്കില്ല. പിന്നെ 5 കിലോയ്ക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞേച്ച് 5 കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ നമ്മൾ എവിടെ നിന്നിട്ടുണ്ടാക്കും? നേര് തന്നെല്ലോ അണ്ണ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഹായ്. So, How many kilos you want? you're ready with stuff? Yeah, I need up to 5 kilos. Can you supply? we give 1 kilo. Agreed. If it is 1 kilo, no 1.5 lakh. I give you 1 lakh rupee plus 25,000 rupee. No, 1 kilo 1,50,000 you told. No bargain. I give you 1 lakh rupee plus 25,000 rupee. See, this business is... You supply bulk. I give you more rupee. Huh. Risk same. To carry both. Same for 1 kilo and 100 kilo. എന്തിനാ അവനിരുന്ന് ചെലപ്പെടുന്നത്? ഡേ, ഇപ്പൊ അവൻ പറയുന്നത് 1 കിലോ ആണെങ്കിൽ അവൻ 1.5 ലക്ഷം തരികയില്ല, 1.5 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന്. കാരണം 1 കിലോ ആയാലും 100 കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാ സാഹിബ് പറയുന്നത്. അവൻ പറയണത് കാര്യം തന്നെ. 1.5 1.5 കാശുണ്ടോന്ന് ചോദിച്ചു. ഓക്കെ, വെൻ യു വാണ്ട് സ്റ്റഫ്? In 1 week. 7 days. We go after 1 week. ഓൾ റൈറ്റ്, വി ഗിവ് യു പൗഡർ ഇൻ 1 വീക്ക്. ബട്ട് യു ഗോട്ട് ക്യാഷ്? Yeah. കാണണമെന്ന് പറയണ്ട. വി വാണ്ട് ടു സീ What? യുവർ ക്യാഷ് ബിക്കോസ് വി ടേക്ക് മണി ലോൺ, ഇൻട്രസ്റ്റ്, ഹെവി ഇൻട്രസ്റ്റ്. സോ ഈശോയെ, ഡോളറാ? This come to 10 or 15 lakh Indian rupees. എടാ, ഇവൻ തിമിംഗലമാടാ. അതെ അണ്ണാ. Okay, guys. You've got 7 days. യാ, വി ഗെറ്റ് യു സ്റ്റഫ് ഇൻ 1 വീക്ക്. ഒത്ത സംഗതി ലോട്ടറിയാ. അണ്ണ ഇനി ഒത്താലെന്ന് പറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴാ ഒപ്പിക്കണം. ഇതുപോലൊരു ചാൻസ് വന്ന് വീഴാൻ വേണ്ടിട്ടാ നമ്മൾ ഈ സീസൺ മറ്റെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത് തന്നെ. അതതെ, എവിടുന്നേലും കാശ് മറിച്ച് ഒക്കുന്ന അത്രയും സാധനം കൊണ്ടുവന്ന് കച്ചവടമാക്കണം. അവന്റെ കാശുണ്ട്. കാശ് മറിക്കാൻ പറ്റിയ കണ്ണൂരോ കമ്പത്തോ ഗോവയിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോയി സാധനം സംഘടിപ്പിക്കാം. ചില പാർട്ടീസിനൊക്കെ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ കാശ് ഒപ്പിക്കുന്ന കാര്യമാണ്. കാശി കടപ്പുറത്ത് തന്നെ ഒപ്പിക്കാം. അങ്ങനെ എന്താ കണ്ടീഷൻ അത്? ഇവനെ നമുക്ക് ദൈവം കൊണ്ട് തന്നതാ. നമ്മുടെ ചാൻസ് ആയത്. ചാൻസാ? അതെ അണ്ണ. ഒത്താൽ ഈ കോളിന് സ്ഥലവും ഇവിടെ കെട്ടുവരെ നടക്കും. അണ്ണൻ നോക്കിക്കോ. ആ, അങ്ങയുടെ കാശുണ്ട്, അത് ഞങ്ങൾ കണ്ടതാ. നിങ്ങൾ ഈ കാര്യം ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ഒന്നാമത് ഈ വമ്പൻ സ്രാവുകളുമായിട്ടൊക്കെ ഇടപെടുമ്പോ അങ്കിൾ ഞങ്ങൾക്ക് മുടക്കാനുള്ള കാശ് തരികയാണെങ്കിൽ ഈ കേക്ക് ഞങ്ങൾ രണ്ടുപേരും നേടും. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ നടക്കും. നേടിയാലേ എന്ന് ചോദിച്ചാ മാനമായിട്ട് വേറെന്തെങ്കിലും തുടങ്ങാനുള്ള മോലൊത്ത് കിട്ടിയാൽ ഇത് വിട്ട് അങ്ങോട്ട് മാറും. മാറോ? അതിലെന്താ സംശയം? അങ്ങനെ മാറണേലേ നിനക്ക് എന്ത് കിട്ടണം? എനിക്കൊരു വണ്ടി മേടിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി, ഞാനത് ഓടിച്ച് കഴിഞ്ഞോളാം. പുറഞ്ചുവിനോടാ? എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. വേണേ സായിപ്പിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വേണ്ട, ഈ സമയത്ത് ഞങ്ങൾ തമ്മിൽ കാണണ്ട. ഞാൻ കാശ് തരാം. നിങ്ങൾക്ക് എത്ര വേണ്ടി വരും? ഒരു 3 കിലോയുടെ ബിസിനസ് നടന്നിരുന്നതിൽ. 3 കിലോയോ? അങ്ങേര് പറഞ്ഞ പോലെ എന്തായാലും റിസ്കാ. അപ്പൊ പിന്നെ നമ്മളും ബൾക്കായിട്ട് എടുത്തില്ലേല്. 3 കിലോ ആണെങ്കിൽ കിലോയ്ക്ക് 1.5 ലക്ഷം വെച്ച് എടുത്തോളാം അയാൾ പറഞ്ഞു. ഞങ്ങൾ ഇന്നിപ്പോ അയാളെ ഒന്നുകൂടെ ഒന്ന് കണ്ടേച്ച് വരുവാ. 3 കിലോ എന്ന് പറയുമ്പോ 5 രൂപയ്ക്ക് 50 കുറവ്. 4.5.
4 ലക്ഷം രൂപ. അതെ. അപ്പോൾ ഞാൻ എത്ര രൂപ തരേണ്ടി വരും? ഒരു 1.5 എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ 1.25 തിരിച്ചിങ്ങെടുക്കാം. നിങ്ങളെപ്പോ പോവാന്നാ? രാത്രിയിലെ വണ്ടിക്ക്. നീയും പോകുന്നുണ്ടോ? ഉണ്ട്. സന്ധ്യയ്ക്ക് വന്ന് കാശ് മേടിച്ചോ, ഞാൻ പിതുവിനോട് പറഞ്ഞേക്കാം. ഓ, ഗോവയെ പോകേണ്ടി വരികയാണെങ്കിൽ മറ്റൊന്നും ശരിയായില്ലെങ്കിൽ കണ്ണൂരുകാരനൊരു ചോയേട്ടനുണ്ട്, ഒരു വയസ്സൻ, പുള്ളി ഈ ലൈനില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞോട്ടോ. ആ പറഞ്ഞോ. എന്നെ അറിയാം, മുമ്പൊരിക്കലും ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ശരി. ആ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തീരുകയാണേലേ അടുത്ത ആഴ്ച ഈ നേരത്ത് കാന്തി ഒരു കാർ എടുത്തിരിക്കും. മിക്കവാറും കാർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കൂടെ നിന്നെയും രജിസ്റ്റർ ചെയ്ത് ഓണർഷിപ്പ് എടുത്തിരിക്കും. അയ്യേ, അതേടി പെണ്ണേ. കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലേ പെണ്ണിനെ രജിസ്റ്റർ ചെയ്യാൻ കിട്ടുള്ളൂ. ഇല്ലല്ലോ. ഇല്ലേ, കിട്ടില്ല. ഈ കച്ചവടം കൊണ്ട് നടന്ന നിങ്ങളുടെ കൂടെ പൊറുക്കാൻ പെണ്ണുങ്ങൾ വല്ലതും വരുമെന്നാണോ? ഇതോടെ ഈ ലൈൻ നിർത്തിക്കോണം. നിർത്തിയിരിക്കും.